2023-24 അധ്യയന വർഷത്തിൽ SSLC, +2 തുടങ്ങി പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും അനുമോദിക്കുന്നതിനായി ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് സംഘടിപ്പിച്ച MLA അവാർഡ് 2024 പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ 1300 വിദ്യാർത്ഥികളെയും 35 വിദ്യാലയങ്ങളെയും പുരസ്കാരം നൽകി ആദരിച്ചു. ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ കൊരട്ടി സ്വദേശി ദേവദർശൻ R. നായർ, കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്ന് MA വേദാന്തത്തിൽ 2ാം റാങ്ക് നേടിയ ലിൻഡ ജോയ്സൺ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. നഗരസഭാ ചെയർമാൻ എബി ജോർജ്, വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരമഠത്തിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ്, സേക്രഡ് ഹാർട്ട് കോളേജ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ഐറിൻ, വാർഡ് കൗൺസിലർ ബിന്ദു ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പഠിപ്പിക്കണം, അങ്ങേക്ക് പറ്റാതാകുമ്പോൾ മാത്രം റിട്ടയർ ചെയ്താൽ മതിയെന്ന്. അതാണ് അറിവിന്റെ വ്യത്യാസം. ഈ അറിവ് എന്ന് പറയുന്നത് പ്രൊജക്ഷൻ ഉണ്ട്, ഓരോ നൂറ്റാണ്ടിലുണ്ടാകുന്ന അറിവ്. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ നോവൽ ഹരാനി എന്ന് പറയുന്ന എഴുത്തുകാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹോമോസേപ്പിയൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട്, പുസ്തകം. അങ്ങ് ഇല്ലാതെ പേരാണ് ഞാൻ പറഞ്ഞത്. അതേ ലോകത്തെ ഏറ്റവും കൂടുതൽ റീഡർഷിപ്പ് ഉള്ള എഴുത്തുകാരാണ്. എന്താണ് ഹോമോസേപ്പിയൻസ്? നേടാൻ കഴിഞ്ഞ അതിന്റെ അഭിമാനത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, വിദ്യാഭ്യാസമാണ് നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. നമ്മുടെ കേരളവും നമ്മുടെ രാജ്യവും ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കൈവരിക്കാൻ കഴിഞ്ഞ നേട്ടങ്ങൾ കൊണ്ടാണ്.